ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അർജന്റീനയുടെ കഴിഞ്ഞ 2 മത്സരങ്ങളിലും മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയ താരം അത് മെസ്സിയാണ്. അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം മെസ്സിയുടെ ഇത്തരത്തിലുള്ള മാസ്മരിക പ്രകടനങ്ങൾ അർജന്റീന ആരാധകരും മെസ്സിയുടെ ആരാധകരും ഒരുപാട് തവണ കണ്ട് ശീലിച്ചതാണ്. പക്ഷേ ഈ 2 മത്സരങ്ങളിലും അർജന്റീൻ ആരാധകരെ ഞെട്ടിച്ച ഒരു മുതലുണ്ട്. അത് മറ്റാരുമല്ല, ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഫക്കുണ്ടോ മെഡീനയാണ്. തകർപ്പൻ പ്രകടനമാണ് 2 മത്സരങ്ങളിലും മെഡീന നടത്തിയിട്ടുള്ളത്. ചത്ത് കളിക്കുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ കഴിയും. അതായത് മത്സരത്തിൽ താൻ കളിക്കുന്ന അവസാന സെക്കൻഡ് വരെ സർവ്വതും നൽകിക്കൊണ്ടാണ് ഇപ്പോൾ മെഡീന കളിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം അഗ്രസീവായ ഒരു താരമാണ് അദ്ദേഹം. നമുക്കറിയാം, മെസ്സിയുടെ ആദ്യ ഗോളിന് അസിസ്റ്റ് നൽകിയത് മെഡീനയാണ്. കിഡിലൻ ക്രോസ് ആയിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ ചില കണക്കുകൾ നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കുകയാണ്. അതായത് മെസ്സിക്ക് ഒരു അസിസ്റ്റ് അദ്ദേഹം നൽകി. മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഡിഫൻസീവ് ആക്ഷനുകൾ നടത്തിയ താരം അത് ഈ മത്സരത്തിൽ മെഡീനയാണ്. 7 തവണയാണ് ഡിഫൻസീവ് ആക്ഷൻ നടത്തിയത്. 91% പാസ് അക്യുറസി. അതായത് 47 പാസുകളിൽ 43 ലക്ഷ്യത്തിലെത്തിക്കാൻ മെഡീനയ്ക്ക് കഴിഞ്ഞു. 5 ക്ലിയറൻസുകൾ അദ്ദേഹം നടത്തി എന്നുള്ളതാണ്. അങ്ങനെ മികച്ച രൂപത്തിൽ ഈ ലെഫ്റ്റ് ബാക്ക് കളിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒളിമ്പിക് മാഴ്സേക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് മെഡീന. സാധാരണ ഇദ്ദേഹം സെന്റർ ബാക്ക് പൊസിഷനിലാണ് കളിക്കാറുള്ളത്. പക്ഷേ ലെഫ്റ്റ് ബാക്കിൽ കളിക്കുന്ന ടാഗ്ലിയാഫിക്കോക്ക് പരിക്കേറ്റു. ഇതോടുകൂടിയാണ് സ്കലോണി മെഡീനയെ ലെഫ്റ്റ് ബാക്കിലേക്ക് നിയോഗിച്ചത്. അത് അക്ഷരം പ്രതി വിജയം കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും. 2 മത്സരങ്ങളിലും മെഡീന തകർപ്പൻ പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്കലൊക്കെ അദ്ദേഹം കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. ഏതായാലും കഴിഞ്ഞ മത്സരത്തിൽ അഥവാ ഓസ്ട്രിയക്കെതിരെ ഇദ്ദേഹത്തെ പിൻവലിച്ചുകൊണ്ട് ടാഗ്ലിയാഫിക്കോയെ സ്കലോണി കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ മാസ്മരിക പ്രകടനം കാരണം മെഡീനയെ തന്നെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉപയോഗപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുന്ന നിരവധി അർജന്റീൻ ആരാധകരെയും നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.